ഫ്രഞ്ചി വീട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറത്ത് നല്ല ക്രിസ്പിയാണ്. ഒരു പൊറാട്ട പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ എഗ്ഗും വെള്ളവും ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 കപ്പോളം മൈദപ്പൊടി ആയിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന മൈദപ്പൊടിക്ക് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ നമ്മളെ എഗ്ഗിൻ്റെ സൈസിനനുസരിച്ചിട്ടും ഒക്കെ നമ്മൾ എടുക്കുന്ന ഈ ഒരു അളവിന് ഡിഫറൻസ് വരാട്ടോ. കുറേശ്ശെ ആയിട്ട് മൈദപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടിയുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇതാ ഞാൻ മൈദപ്പൊടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ആക്കിയിട്ട് ഇതാ ഇതുപോലെ ഡോവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്രീൻ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ ഈ ഒരു റൊട്ടിക്ക് നല്ലൊരു ഫ്ലേവർ തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമുക്കിതെടുത്തൊരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. നമ്മൾ സാധാരണയായിട്ട് റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറോ അതല്ലെങ്കിൽ ഈസ്റ്റൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കതൊന്നും ആവശ്യമില്ല. ഈ ഒരു ഇത് മാത്രം മതി. ഇപ്പം നമ്മുടെ ഡോവ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു നൈഫ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതൊരു 8 ഈക്വൽ പോർഷൻസ് ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 8 ഈക്വൽ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ഓരോ പാർട്ട് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഓരോ ഉരുളാക്കി മാറ്റണം. പിന്നെ നമ്മൾ ഓരോ ഉരുളെടുത്ത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-15 മിനിറ്റ് അതൊന്ന് നന്നായി ക്ലിംഗ് ഫിലിം വെച്ച് കവർ ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഫ്ലോർ മിക്സ്ചർ റെഡിയാക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 1/2 കപ്പോളം ഓയിൽ എടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ ഈ ഫ്രൈഡ് ഓയിൽ നമ്മൾ മൈദപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇനി ഇതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വെച്ച് നമ്മുടെ ഡോ ഉണ്ടല്ലോ അതെടുക്കാം. അതായത് നമ്മുടെ ഉഴുന്നുവട രൂപത്തിലൊക്കെ ആയിട്ടോ ആക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ സെൻട്രലിൽ ഫുള്ളായിട്ടൊന്നും ഹോളാക്കിയിട്ടില്ല, ജസ്റ്റ് മുകളിൽ മാത്രം ഒന്ന് ഹോളാക്കി വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്താണ്. അതിലൊന്ന് എടുത്തിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിലേക്ക് വെക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി എടുക്കണം. ഒന്ന് നീളത്തിൽ പരത്തി എടുക്കുക. ഇപ്പം ഇതാ ഞാൻ ഇതുപോലെ നീളത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച് നമ്മുടെ ഫ്ലോർ ഓയിൽ മിക്സ്ചർ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. പിന്നെ നമ്മൾ 2 സൈഡും ഇതുപോലെ മടക്കി കൊടുക്കണം.
ഇങ്ങനെ മടക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്ലോർ ഓയിൽ മിക്സ്ചർ ചേർത്ത് കൊടുക്കുക. അത് നേരത്തെ പോലെ തന്നെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മടക്കും കൂടെ ഒന്ന് മടക്കുക. ഇപ്പൊ ഇതുപോലെ നീളത്തിലായി കിട്ടും. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടിക്കുക. ജസ്റ്റ് ഇട്ടോ, വല്ല സ്പീഡിൽ അടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. നമ്മൾ പൊറാട്ടക്കൊക്കെ ഉള്ള പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലെയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പൊ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ ബാക്കിയുള്ള 7 പോർഷനിലും ചെയ്യാം. ഇപ്പൊ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ ഓരോന്നും എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ പരത്താട്ടോ. ഇത് നല്ല ഓയിലി ആയതുകൊണ്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് അങ്ങനെ പരത്താം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇത് വെച്ചിട്ടും പരത്താം. ഓവറായി തിന്നായി പരത്തരുത്. ഇങ്ങനെ എല്ലാം പരത്തിയെടുക്കാം. ഇപ്പം എല്ലാം അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനൊരു പാൻ വെച്ച് അത് ചൂടായതിനു ശേഷം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഓരോ റൊട്ടി അല്ലെങ്കിൽ നമ്മുടെ പൊറാട്ട, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ പാനിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇത് ചുട്ടെടുക്കണം. നല്ല ക്രിസ്പി ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കണം. ഇത് ചുടുമ്പോൾ ഫസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം പിന്നെ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് മറിച്ചും തിരിച്ചുവിട്ട് അങ്ങനെ ചുട്ടെടുക്കാം. ഇതുപോലെ എല്ലാ റൊട്ടിയും ചുട്ടെടുക്കണം. ഇപ്പൊ എല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പൊറാട്ട സെറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഗ്രീൻ ഓണിയൻ ഈ റെസിപ്പിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പൊറാട്ടയിൽ നിന്നൊക്കെ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ എപ്പോഴും കഴിക്കുന്നല്ലേ പൊറാട്ട, അപ്പം നമ്മളൊരു ചേഞ്ചൊക്കെ വേണ്ടേ. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും അടിച്ചോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.